നമ്മളിന്നേ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് കാണാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ യുദ്ധക്കപ്പലുകളും വന്നിട്ടുണ്ട്. ഈ ഒരു വാട്ടർ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ തുറമുഖത്തെത്തിയ INS കാബ്ര ICGS അനഗ് കപ്പലുകളുടെ രഹസ്യങ്ങൾ കണ്ടറിയാനായിട്ടാണ് ഈ ഒരു ജനസാഗരം എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമായിട്ടാണ് കേട്ടോ പടക്കപ്പലിൽ കയറിയതിൻ്റെ ആകാംക്ഷയും സന്തോഷവും എല്ലാവരുടെയും മുഖത്തും ഉണ്ടാവും. നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ് ചിലപ്പോൾ എപ്പോഴും കിട്ടിയെന്നൊന്നും വരികയില്ല. കാർ നിക്കോബാർ ഇനത്തിൽപ്പെട്ട അതിവേഗ യുദ്ധക്കപ്പലുകളാണ് നാവികസേനയുടെ INS കാബ്രയും. മണിക്കൂറുകളിൽ 35 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ സഞ്ചരിക്കാനുള്ള ശേഷിയും ഉണ്ട് കേട്ടോ. കപ്പലിൻ്റെ ബ്രിഡ്ജിൻ്റെ ഇരുവശങ്ങളിലും അത്യാധുനിക SRGC തോക്കുകളും സുരക്ഷാ ഉപകരണങ്ങളൊക്കെ ജന അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. അപ്പോൾ മോൻ ഇവിടെ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെ നോക്കുകയായിരുന്നു. നല്ല വെയിറ്റ് ഉണ്ടോ? ലൈറ്റ് മെഷീൻ ഗൺ, ഹെവി മെഷീൻ ഗൺ, മീഡിയം മെഷീൻ ഗൺ എന്നിവയുൾപ്പെടെ ഒരു യുദ്ധത്തിനെ നേരിടാൻ വേണ്ട എല്ലാ ആയുധങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ഒരു യുദ്ധക്കപ്പലിൽ എന്ന് പറയുകയാണെങ്കിൽ. ബേപ്പൂർ ഫെസ്റ്റ് 1-2 സ്ഥലങ്ങളിലായിട്ടാണ് കേട്ടോ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇത് നമ്മളുടെ ബേപ്പൂർ മെയിൻ ബീച്ചിൻ്റെ അടുത്തേക്കുള്ള ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെയാണ്. നമ്മളുടെ ഷിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് തുറമുഖത്തിൻ്റെ ആ ഭാഗത്താണ്. ഇവിടെയാണ് കേട്ടോ ഇനിയിപ്പോൾ സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് ഹെലികോപ്റ്ററിൻ്റെ ഷോ ഉള്ളത്. ആരംഭിക്കാനായിട്ട് കുറച്ച് സമയം കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഷോ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ പറയുകയാണെങ്കിൽ ഇത്തിരി ശോകമായിരുന്നു എന്ന് വേണേൽ പറയാം. നമ്മൾ ഒത്തിരി പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. പക്ഷേ ആ ഒരു ടൈമിൽ അത് കുറഞ്ഞു പോയി എന്നുള്ളതൊരിതാണ്. അത്ര ഒരുപാടുള്ള ഷോകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മൾ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുമ്പോൾ ആ ഒരു സൗണ്ടും ആ ഒരു ബീച്ചിൻ്റെ സൈഡിൽ നിന്നുള്ള ഈ ഒരു വ്യൂ ഒക്കെ കൂടെ കാണാനായിട്ട് നമ്മൾ നല്ല എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. നാല് ഹെലികോപ്റ്ററുകളായിരുന്നു കേട്ടോ ഈ ഒരു ഷോയ്ക്ക് ഉണ്ടായിരുന്നത്. ഈവനിങ് ടൈമിലായിരുന്നു ഈ ഒരു ഷോ ഉണ്ടായിരുന്നത്. ഒത്തിരി ആളുകൾ ഈ ഒരു ഷോ കാണാനായിട്ടും ഉണ്ടായിരുന്നു കേട്ടോ.